നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. AK ബാലന്റെ മാറാട് പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് KC വേണുഗോപാൽ. CPM-ന് നേരെ പരിഹാസവുമായി സാഹിത്യകാരൻ T. പത്മനാഭൻ. ചെങ്കൊടി മാത്രം പാറിയിരുന്ന ബംഗാളിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും മമതയുടെ ചിത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂവെന്നും പത്മനാഭൻ. പുതിയ മേഖലകളിലേക്കും കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണമാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവിൽ തൊഴുത്തിൽ കെട്ടിയ 4 പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി. വെള്ളിയാഴ്ച രാത്രിയോടെ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വാർത്തകൾ വിശദമായി. AK ബാലന്റെ മാറാട് പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത് ബാലന്റെ മാത്രം പ്രസ്താവനയാകുമെന്നാണ് കരുതിയത്. സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഷ്ട്രീയ നേട്ടത്തിന് ഒരു കാലത്തും ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മാറാട് പരാമർശത്തിൽ AK ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ KC വേണുഗോപാൽ. ഇത് ബാലന്റെ മാത്രം പ്രസ്താവനയാകുമെന്നാണ് കരുതിയത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ടതാണോ ഇത്? സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണിതെന്നും രാഷ്ട്രീയ നേട്ടത്തിന് ഒരു കാലത്തും ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളുണ്ട് എല്ലാ കാലത്തും. ശ്രീ AK ബാലന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞ ദിവസം മുമ്പ്. UDF ഭരിച്ചാൽ, UDFന് ഭരണം കിട്ടിയാൽ ആഭ്യന്തരം ഭരിക്കാൻ വേണ്ടി പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും. പല മാറാടുകളും ആവർത്തിക്കും കേരളത്തിൽ. പല മാറാടുകളും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. നമ്മൾ ധരിച്ചത് ഇത് ബാലന്റെ മാത്രമുള്ള ഒരു പ്രസ്താവനയാണെന്നാണ്. പക്ഷേ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ വിനീതമായി ഉമേഷ് ബാബു ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ട് ഇരുന്ന് അനുഭവമുള്ള ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട വാചകങ്ങളായിരുന്നു അത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. CPM-ന് നേരെ പരിഹാസവുമായി സാഹിത്യകാരൻ T. പത്മനാഭൻ. ബംഗാളിൽ പണ്ട് ചുവപ്പുകൊടി മാത്രമാണ് കണ്ടിരുന്നത്. പിന്നെ പോയപ്പോൾ ഒരു കൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർക്കണം. ഇതിനേക്കാൾ വലിയ വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നും T. പത്മനാഭൻ ചോദിച്ചു. CPM-ന് നേരെ പരിഹാസവുമായി സാഹിത്യകാരൻ T. പത്മനാഭൻ. ബംഗാളിൽ പണ്ട് ചുവപ്പുകൊടി മാത്രമാണ് കണ്ടിരുന്നത്. പിന്നെ പോയപ്പോൾ ഒരു കൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നോർക്കണം. കേരളത്തിലെ ഹോട്ടലുകളിൽ മുഴുവൻ ജോലി ചെയ്യുന്നത് ബംഗാളികൾ. ഇതിനേക്കാൾ വലിയ വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നും T. പത്മനാഭൻ ചോദിച്ചു. രസകരമായ കാഴ്ചയാണ് ഞാൻ റോഡിന്റെ ഇരുവശത്തും കണ്ടത്. ചുവപ്പിന്റെ ഒരു ലാഞ്ചൻ ഒരു ദിക്കിലുമില്ല. ഒരു ദിക്കിലും മുദ്രാവാക്യങ്ങളില്ല, ചെങ്കൊടി അടയാളങ്ങളില്ല. മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു. ഒരു നിലത്തെഴുത്തില്ല, ചുമരെഴുത്തില്ല. വളരെ വേദനയോടെ എന്റെ സുഹൃത്ത്, സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അപ്പയുടെ നാട്ടിൽ പോയാൽ ഇതാരോടും പറയരുത്. സത്യമാണ്. എല്ലാത്തിനും കാലഹരണമുണ്ട്. അത്രയും കൊല്ലമായി അത് കാലഹരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവം? ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓർക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഉപരിയായി ചെങ്കൊടിയുടെ അവകാശികൾ തന്നെയാണ്.
നന്ദിഗ്രാം ഇവിടെ ആവർത്തിക്കണം, ബംഗാൾ ഇവിടെ ആവർത്തിക്കണം. ബംഗാളികൾ ഇന്ന് ചുരുങ്ങി 30-ലധികം കൊല്ലങ്ങളിൽ മനോഹരമായ സുന്ദരമായ ഭരണത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ തുടക്കുവാൻ നമ്മൾ കണ്ടത് ബംഗാളികളെയായിരുന്നു. പുതിയ മേഖലകളിലേക്കും കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണമാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യ സിഗ്നേച്ചർ മാർട്ടായി മാറുകയാണ്. സിഗ്നേച്ചർ മാർട്ടായി മാറുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട GR അനിൽ അവർ നാട്ടുമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വിപണിയിലെ ഇടപെടലുകൊണ്ട് നിയന്ത്രിച്ച കേരളത്തിലെ മഹാപ്രസ്ഥാനം സംസ്ഥാനത്തെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഗൾഫ് രാജ്യങ്ങളിലും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നടപടികൾ എടുത്തുവരികയാണെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ മേഖലകളിലേക്ക് കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണമാണ് സപ്ലൈകോ നടത്തുന്നത്. തലശ്ശേരിയിൽ ആരംഭിച്ച സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കാലത്തിനനുസരിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളും പരിഷ്കരിക്കുകയാണ്. കോർപ്പറേറ്റ് റീറ്റെയിൽ വിൽപ്പനശാലകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ സിഗ്നേച്ചർ മാർട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും ഉണ്ടായിരിക്കും. ഓരോ ജില്ലയിലും ഒരു സിഗ്നേച്ചർ മാർട്ട് വീതം സ്ഥാപിക്കുകയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. 40 ലക്ഷത്തോളം കുടുംബങ്ങളാണ് സംസ്ഥാനത്ത് പ്രതിമാസം സപ്ലൈകോയെ ആശ്രയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 1700-ൽ പരം കേന്ദ്രങ്ങളിൽ കേരളത്തിൻ്റെ മാർക്കറ്റിൽ നന്നായി ഇടപെടാൻ കഴിയുന്ന തരത്തിൽ, അതോടൊപ്പം ജില്ലകളിലെല്ലാം സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ, അതെല്ലാം നമ്മുടെ മാർക്കറ്റിലെ വില വർധനവ് പിടിച്ചു നിർത്താൻ, ന്യായവിലയ്ക്ക് സാധനങ്ങൾ നൽകാനും കഴിയുന്ന ഒരു ബൃഹത്തായ സംവിധാനമായി സപ്ലൈകോ മാറിയിട്ടുണ്ട്. സപ്ലൈകോ നമ്മൾ ധരിക്കും ഇത്രയധികം വിൽപ്പന വരുമ്പോൾ കോടാനുകോടി രൂപ ലാഭം ഉണ്ടാകുമല്ലോ എന്നാണ്. നമുക്ക് ലാഭകരമായി വിൽക്കുന്ന ഒരു മേഖലയുമുണ്ട് ഇതിനകത്ത്. നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മറ്റേത് സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് വാങ്ങാൻ കഴിയുന്ന സൗകര്യം ജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ ഒരു ന്യായമായിട്ടുള്ള ലാഭം അതിനകത്തുണ്ട്. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പനയിലും ഒരു ലാഭം നമുക്ക് സ്ഥിരമായി ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ ഈ ലാഭം നമ്മുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുകയാണ്. അതോടൊപ്പം സർക്കാർ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഭാഗം തുക നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരാൻ സാധിക്കുന്നു എന്നതാണ് സപ്ലൈകോയുടെ പ്രത്യേകത. അതിലൂടെ ഗവൺമെൻറ് കാണുന്നത്. തലശ്ശേരിയിലെ ഹൈപ്പർ മാർക്കറ്റാണ് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്ന സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തിയത്. ഗ്ലോബൽ ഇന്നൊവേറ്റീവ് ടെക്നോളജീസ് ഏജൻസി ഡിസൈൻ ചെയ്ത തലശ്ശേരിയിലെ സിഗ്നേച്ചർ മാർട്ട് സപ്ലൈകോ യാഥാർത്ഥ്യമാക്കിയത് ടീം തായിയുടെ സഹകരണത്തോടെയാണ്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു. തലശ്ശേരി നഗരസഭ വാർഡ് കൗൺസിലർ നൂറ ടീച്ചർ, സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ VM ജയകൃഷ്ണൻ, കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ്, ടീം തായി പ്രൊജക്ട് മാനേജർ അബ്ദുൾ റഹീം, രാഷ്ട്രീയ പ്രതിനിധികളായ കാത്താണ്ടി റസാഖ്, അഡ്വക്കേറ്റ് MS നിഷാദ്, BT മുസ്തഫ, അബ്ദുൾ റഹീം എന്നിവർ പങ്കെടുത്തു. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ തൊഴുത്തിൽ കെട്ടിയ 4 പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി. വെള്ളിയാഴ്ച രാത്രിയോടെ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 വയസ്സ് തോന്നിക്കുന്ന കടുവയെ രാത്രി 12-ഓടെ വയനാട് കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. കൊന്ന പശുക്കളെ തിന്നാൻ കടുവ തിരിച്ചെത്തുമെന്ന നിഗമനത്തിൽ കിടാരിയുടെ ജഡം വെച്ച് സ്ഥാപിച്ച കൂട്ടിലാണ് കുടുങ്ങിയത്. വ്യാഴാഴ്ച രാത്രി 2 കറവ പശുക്കളെയും ഗർഭിണിയായ മറ്റൊന്നിനെയും കിടാരിയെയുമാണ് കടുവ കൊന്നത്. പാലത്തുംകടവിലെ പുല്ലാട്ടുകുന്നേൽ രൂപേഷ് രാഘവന്റെയും അമ്മ സരസുവിന്റെയും ഫാമിലെ പശുക്കളാണിത്.
തൊഴുത്തിന്റെ പുൽക്കൂട് ഭാഗത്തുകൂടി എത്തിയ കടുവ കിടാരിയെ കടിച്ചുകൊന്ന് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ തടിച്ച ഇരുമ്പുദണ്ട് കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടിനുള്ളിലൂടെ കിടാരിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇതോടെ സമീപത്ത് കെട്ടിയ മറ്റ് പശുക്കളെയും കടിച്ചു കൊന്നെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. പുൽക്കൂടിന്റെ ഭാഗത്ത് രക്തം തളം കെട്ടി കിടപ്പുണ്ട്. ഈ രക്തത്തിൽ കടുവയുടെ കാൽപാദം പതിഞ്ഞിരുന്നു. തൊഴുത്തിന്റെ താഴെ ഭാഗത്ത് ചാണകവും വെള്ളവും കെട്ടിക്കിടന്ന ഭാഗത്തും കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു. ഇവ പരിശോധിച്ചാണ് കടുവയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. പള്ളൂരിൽ ക്ഷേത്രമുറ്റത്ത് അതിക്രമിച്ച് കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി KP മുഹമ്മദ് തൊയ്ബാണ് അറസ്റ്റിലായത്. പള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശ്രീ കൊയ്യോട്ടുതെരു മഹാഗണപതി ക്ഷേത്രമുറ്റത്ത് അതിക്രമിച്ചു കയറി ക്ഷേത്ര മേശപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ നോർത്ത് മാട്ടൂർ സ്വദേശി KP മുഹമ്മദ് തയ്യബിനെയാണ് പിടികൂടിയത്. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പള്ളൂർ SHO VP സുരേഷ് ബാബു, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI ശ്രീജേഷ്, ഹെഡ് കോൺസ്റ്റബിൾ രോഷിത് പാറേമൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ മാഹി കോടതി റിമാൻഡ് ചെയ്തു. കള്ളിക്കണ്ടിയിൽ 1.5 ലക്ഷം വില വരുന്ന പോത്തുകളെ അജ്ഞാതൻ മോഷ്ടിച്ചു. പരാതിയെ തുടർന്ന് പോത്തുമോഷ്ടാവിനെ കണ്ടെത്താൻ കൊളവല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കള്ളിക്കണ്ടിയിൽ റോഡരികിൽ ഷെഡിൽ കെട്ടിയിരുന്ന 2 പോത്തുകളെയാണ് മോഷ്ടിച്ചത്. തൂവക്കുന്ന് കല്ലിക്കണ്ടിയിലെ KK ഷുഹൈബിന്റെ പരാതിയിലാണ് കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരന്റെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള തൃപ്രങ്ങോട്ടൂർ കല്ലിക്കണ്ടിയിലെ സ്ഥലത്തെ ഷെഡിൽ കെട്ടിയിട്ടിരുന്ന 1,50,000 രൂപ വില വരുന്ന 2 പോത്തുകളെയാണ് അജ്ഞാതൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഈ മാസം 7-ന് രാത്രി 11:14 മണിക്കാണ് സംഭവമെന്ന് നിരീക്ഷണ ക്യാമറ ദൃശ്യത്തിൽ കണ്ടെത്തിയിരുന്നു. ഷെഡിൽ വേറെയും പോത്തുകളുണ്ട്. കറുത്ത നിറത്തിലുള്ള പോത്തുകളെ തലയിൽ തുണി കെട്ടിയ ഒരാൾ കെട്ടഴിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. കേസെടുത്ത പോലീസ് പല CCTVകളും നിരീക്ഷണ വിധേയമാക്കിയാണ് അന്വേഷണം നടത്തുന്നത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ പുത്തൂർ ചെമ്മരോട്ട് പാലം പുനർനിർമ്മിക്കുന്നു. കനത്ത മഴയിൽ പാലം തകർന്നതിനെ തുടർന്ന് ഈ ഭാഗത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. KP മോഹനൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ പുത്തൂർ ചെമ്മരോട്ട് പാലം പുനർനിർമ്മിക്കുന്നു. കനത്ത മഴയിൽ പാലം തകർന്നതിനെ തുടർന്ന് ഈ ഭാഗത്ത് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ച ചെറിയ പാലത്തിലൂടെയാണ് യാത്ര. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ നിലവിൽ ഇതുവഴി കടന്നുപോകാൻ സാധിക്കൂ. യാത്ര ഏറെ പ്രയാസകരമായ സാഹചര്യത്തിൽ പുതിയ പാലം നിർമ്മിക്കാൻ 2024-ൽ KP മോഹനൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ കാരണം നിർമ്മാണ പ്രവൃത്തി അനന്തമായി നീളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം MLA വിളിച്ചു ചേർത്ത ഉന്നതതല അവലോകന യോഗത്തിൽ പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രവൃത്തിക്ക് വേഗം കൂട്ടിയത്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ഡോക്ടർ വന്ദന ശ്രീധരന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. രാവിലെ KP മോഹനൻ MLA സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. 24 ഓഗസ്റ്റ് മാസം വലിയൊരു മഴയിലാണ് പഴയ ചെമ്മരോട്ട് പാലം 60 വർഷം പഴക്കമുള്ള ചെമ്മരോട്ട് പാലം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത്. അപ്പോൾ ഇവിടെ ജനങ്ങളൊക്കെ തന്നെ വല്ലാത്ത ആശങ്കയിലായിരുന്നു, വല്ലാത്ത വിഷമത്തിലുമാണ്. അപ്പുറത്തുള്ളവരപ്പുറമുള്ള സ്ഥിതിയിലാണ്. തൽക്കാലം നാട്ടുകാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് അവരുടെ അധ്വാനത്തോടു കൂടി ഇവിടെ താൽക്കാലികമായിട്ടൊരു പാലം അവർ തന്നെ ഉണ്ടാക്കി. അതിനുശേഷം ഒരാവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഓഗസ്റ്റ് മാസം അവസാനം തന്നെ ഇതിന് 80 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ കുറേ കാലം നീണ്ടുപോയി അങ്ങനെ പിന്നെയാണ് പറഞ്ഞത് ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ മഴക്കാലം വന്നപ്പോൾ പിന്നെയും നീണ്ടുപോയി. ഇപ്പോഴും അത് തന്നെ വീണ്ടും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യോഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 ദിവസം മുമ്പേ. പാനൂരിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ടുള്ള യോഗത്തിൽ വെച്ച് അന്ന് തന്നെ ബ്ലോക്ക് എഞ്ചിനീയറും ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, BDO ഒക്കെ തന്നെ ഉണ്ടായ സമയത്ത് അന്ന് തീരുമാനമെടുക്കുകയും ഇന്നലെ 2 ദിവസം മുമ്പേ ഇവിടെ വന്ന് പരിശോധിക്കുകയും അവിടുത്തെ ഇതിൻ്റെ ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് പരിശോധിക്കുകയൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ എഞ്ചിനീയറും ഉണ്ടായിരുന്നു. പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ന് വന്ന് ഇതിൻ്റെ മണ്ണ് പരിശോധനയുടെ പ്രവൃത്തി 2 ആഴ്ച കഴിഞ്ഞാൽ മണ്ണിൻ്റെ സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രവൃത്തി ഉടൻ ആരംഭിക്കാനാണ്
ഈ കരാറുകാർ തീരുമാനിച്ചിട്ടുള്ളത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല, മുൻ പ്രസിഡന്റ് കരുവാങ്കണ്ടി ബാലൻ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി റജില, പഞ്ചായത്ത് അംഗം കെ പി സമീറ, രവീന്ദ്രൻ കുന്നോത്ത്, വി വി പ്രദീപൻ, നിമീഷ് കൊറോത്ത് തുടങ്ങിയവരും ഒപ്പമുണ്ടായി. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്ന വിധത്തിൽ പൊതുവിപണിയിൽ ഇടപെടാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ. വേങ്ങാട് നിലവിലുള്ള മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്ന വിധത്തിൽ പൊതുവിപണിയിൽ ഇടപെടാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ഓണനാളുകളിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമിതവില ഈടാക്കിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന രീതിയിൽ പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന സംവിധാനമായി സപ്ലൈകോ മാറി. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരു വേർതിരിവും ഇല്ലാതെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡിസംബർ മാസം പൂർണ്ണമായി 300 കോടി രൂപയുടെ വിൽപ്പനയാണ്. ഓണത്തിൻ്റെ മാസം ഒരു മാസത്തെ വിൽപ്പന 384 കോടിയാണ്. 50 ലക്ഷം 48, 49, 50 ലക്ഷം ജനങ്ങൾ ഓരോ മാസവും നമ്മുടെ സപ്ലൈകോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്നതിൻ്റെ കണക്കാണ്. കാരണം കാർഡിൻ്റെ നമ്പർ അതിനകത്ത് അടിക്കുകയല്ലേ വാങ്ങുമ്പോൾ. അപ്പോൾ 1, 2, 3 വ്യത്യാസം വരുന്നേക്കാം. പക്ഷേ ഇത്രയധികം ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി അതാണ് നമ്മുടെ നാട്ടിലെ മാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ പലപ്പോഴും കഴിയുന്നത്. വലിയ വില വർധനവ് അരിക്കും പ്രധാന ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാകാത്തതിൻ്റെ കാരണം ജനങ്ങൾക്ക് മറ്റൊരു ചോയ്സ്, മാർക്കറ്റിലെ കടയിൽ വലിയ വില കൂട്ടി സാധനം കൊടുക്കുന്നെങ്കിൽ സപ്ലൈകോയുടെ കടയിൽ ചെന്നാൽ ന്യായവിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു അവസരം ഈ കേരളത്തിൽ ഉറപ്പുവരുത്തിയതാണ് മാർക്കറ്റിലെ വിലവർധനവ്, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. ഓണനാളിൽ നിങ്ങൾക്കറിയില്ലേ, ഓണനാടുകളിൽ ഈ കേരളത്തിൽ വെളിച്ചെണ്ണ മലയാളിയുടെ നിത്യോപയോഗ സാധനത്തിൽ ഏറ്റവും പ്രധാനമാണ്. 550 രൂപയിലധികമാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില. 2-3 സഹകരണ സ്ഥാപനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അവരെണീറ്റ് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിയുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് വില കുറയ്ക്കാം. അവരുടെ വില കുറയ്ക്കാമെന്ന് പറഞ്ഞത് 450 മുകളിൽ നിൽക്കുന്നതല്ലാതെ അതിന് താഴെ വരുന്നില്ല. ഗവൺമെൻറ് എന്താ ചെയ്തത്? 359 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 359 രൂപ ഫിക്സ് ചെയ്ത് സപ്ലൈകോയുടെ കടയിലൂടെ ശബരി വെളിച്ചെണ്ണ കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്നതിൻ്റെ വില 309 എന്ന് മാത്രമല്ല, 500 ഗ്രാം കൊടുത്തിരുന്ന സബ്സിഡിയായി കൊടുത്തിരുന്ന സ്ഥാനത്ത് 1 ലിറ്ററല്ല 2 ലിറ്റർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഓണക്കാലത്ത് സുഭിക്ഷമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ 359 രൂപ നിരക്കിൽ കൊടുക്കാൻ തീരുമാനിച്ചു. വില താഴോട്ടായി. 40 വർഷമായി വേങ്ങാട് പ്രവർത്തിച്ചു വരുന്ന മാവേലി സ്റ്റോറാണ് സൂപ്പർ മാർക്കറ്റായി ഉയർത്തിയത്. സ്ഥാപനത്തിൽ നിന്നും എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കും. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം OC ബിന്ദു ആദ്യ വിൽപ്പന നടത്തി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T ദീപു, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T പത്മനാഭൻ, CP രജീഷ്, P ഷിജിന, കോഴിക്കോട് സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ്, തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രജുല, രാഷ്ട്രീയ പ്രതിനിധികളായ P പവിത്രൻ, P ശങ്കരൻ, CP സലീം, TK ഖാദർ, വേങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി.
മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. ഓട്ടിസം ബാധിച്ച കുട്ടികൾ വീട്ടകങ്ങളിൽ തളച്ചിടേണ്ടവരാണെന്ന പൊതു അബദ്ധധാരണ തിരുത്തിയെഴുതുകയാണ് ചമ്പാട്ടെ 4ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് സമാൻ. 2ാം വയസ്സ് മുതൽ കൂടെ കൂട്ടിയ ഓട്ടിസത്തോട് ധൈര്യത്തോടെ പൊരുതുന്ന ഈ 9 വയസ്സുകാരൻ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാത്രമല്ല സമൂഹത്തിനാകെ ഒരു പ്രചോദനമാണ്. ഇത് മുഹമ്മദ് സമാൻ, ചമ്പാട് ബാവാന്റെ പറമ്പ് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരൻ. 180ഓളം രാജ്യങ്ങളുടെ പതാകകൾ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയുന്ന കുഞ്ഞ് അത്ഭുത പ്രതിഭ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഫ്രാൻസ്, സ്പെയിൻ, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, ജർമ്മനി, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ്. തീർന്നില്ല. രാജ്യങ്ങൾ കീഴടക്കിയ 125ഓളം പ്രമുഖ ബ്രാൻഡുകളും ചിഹ്നങ്ങളും ഇംഗ്ലീഷ് സ്പെല്ലിങ്ങുകളുമെല്ലാം മനപ്പാഠം. ഷെവർലെ, ഔഡി, ജീപ്പ്. ചെറുപ്പത്തിലെ കൂടെ കൂടിയ ഓട്ടിസത്തെ മറികടന്നാണ് മുഹമ്മദ് സമാന്റെ ഈ അതുല്യ ഓർമ്മശക്തി എന്നറിയുമ്പോഴാണ് ഞെട്ടുക. സ്കൂളിലെ സ്റ്റാറായ മുഹമ്മദ് സമാനെ കുറിച്ച് സ്കൂളിലെ പ്രധാനാധ്യാപികയ്ക്കും ക്ലാസ് അധ്യാപികയ്ക്കും പറയാനുള്ളത് ഇങ്ങനെ. കാര്യങ്ങൾ പറയുന്നത് അവൻ നന്നായിട്ട് കേൾക്കും, അതുകൊണ്ട് നല്ല ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും.
ഇംഗ്ലീഷെല്ലാം ശരിക്കും വളരെ വേഗത്തിൽ പഠിക്കും. ഇംഗ്ലീഷെല്ലാം പഠിക്കുക വേഗത്തിലാണ്. ഇംഗ്ലീഷാണ് ഓന് ഇഷ്ടം പഠിക്കാൻ. ഓന് പഠിക്കാൻ വേഗം പറ്റുന്നത് ഇംഗ്ലീഷിലൂടെയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. പുസ്തകം നന്നായിട്ട് വായിക്കും. സ്പെല്ലിങ് ആർക്കും പറയാൻ പറ്റാത്ത സ്പെല്ലിങ് പോലും സമാൻ പറയും. ഏത് വാക്ക് ചോദിച്ചാലും പറയും. അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. എല്ലാ ടീച്ചർമാരും ഇവനെ അങ്ങേയറ്റം സഹകരണത്തോടെ നന്നായിട്ട് നോക്കുകയും ചെയ്യുന്ന. ബാക്കി കുട്ടികളൊക്കെ എങ്ങനെയാ? ബാക്കി കുട്ടികളും ഇവനെ ആദ്യകാലം മുതലേ തന്നെ അവർ ചേർത്ത് പിടിച്ചിട്ടുള്ള ഇവൻ്റെ എല്ലാ കാര്യത്തിലും നല്ല സഹായമാണ് ബാക്കി എല്ലാ കുട്ടികളും. ഇവനും അതേപോലെ തന്നെയാണ്. എല്ലാ കുട്ടികളുടെ പേരും LKG മുതലുള്ള കുട്ടികളുടെ പേര് ഇവന് അറിയാം. അതേപോലെ അവരെല്ലാം നോക്കുകയും ചെയ്യും. 2ാം വയസ്സ് തൊട്ട് മകന് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി കൂടെ താങ്ങായി നിന്നത് ഉമ്മ തനൂജയാണ്. മകന്റെ ഈ നേട്ടത്തിനു പിന്നിൽ ചൊക്ലി BRCക്കും പങ്കുണ്ട്. മകന് സ്കൂൾ ടീച്ചർമാർ നൽകുന്ന പിന്തുണയ്ക്കും പരിഗണനയ്ക്കും തനൂജ നന്ദി പറയുന്നു. അവൻ ഫോണോട് കളിക്കുന്ന ഒരു ഇതായിരിക്കും എന്നുള്ള ഇതിലാക്കി. പിന്നെ ഇതിൽ തന്നെ ഇവന് കൂടുതൽ ഇത് കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെ ഇതുണ്ട് എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് ഞാനതൊന്ന് ചെറിയൊരു വീഡിയോ എടുത്ത് സ്കൂളിലെ ടീച്ചർക്ക് അയച്ച്. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഇത് നല്ലൊരു ഇതാണ് കാണുന്നത്, അപ്പോൾ ഞങ്ങൾക്കിത് ഒന്നും കൂടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് വേറെ ഇവന് അഷിത എന്ന് പറഞ്ഞിട്ട് BRCയിലെ ടീച്ചറുണ്ട്, ഇവനൊരു ട്രെയിനറായിട്ടുള്ള അവർക്ക് അയച്ചു കൊടുത്ത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് നല്ലൊരിതാണ്, നല്ല കുട്ടിക്ക് നല്ലൊരിതാന്ന്, നമുക്കത് നിങ്ങൾ വിളിക്കുമ്പോൾ വരേണ്ടി വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഓണത്തിൻ്റെ സമയത്താണ് ഇവനെ വിളിപ്പിച്ച്. അപ്പോൾ അവിടെ BRCയിൽ സുനിൽ പാൽ സാർ അങ്ങനെ ജില്ലാ കോർഡിനേറ്റർ ഓഫീസർ എല്ലാവരും മുമ്പിലും വെച്ചിട്ട് ഇവരെ പരിപാടി കണ്ടക്ട് ചെയ്ത്. അങ്ങനെ അന്നതിന് ശേഷം എല്ലാവർക്കും അത് കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ വളർത്തിയെടുക്കണം. കാരണം ഇവനോട് നല്ലൊരു സ്കില്ല് കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ അത് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇവന് എത്രത്തോളം ഇവനെത്തിക്കാൻ പറ്റൂ അത്രത്തോളം ഇവനെത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഉള്ളത്. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം നടന്ന ശാസ്ത്രോത്സവത്തിൽ സമാനെ KP മോഹനൻ MLA ഉപഹാരം നൽകി അനുമോദിച്ചിരുന്നു. സമാന്റെ പ്രകടനം അന്ന് ശാസ്ത്രോത്സവത്തിനെത്തിയവരെ അമ്പരപ്പിച്ചിരുന്നു. പ്രവാസിയായ ഉപ്പ മുഹമ്മദ് നിയാസിനും മകന്റെ കഴിവുകളെക്കുറിച്ച് പറയാൻ അഭിമാനമേറെ. കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കണ്ടരെ ഞാൻ അവൾക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ഞാൻ കൊടുത്ത് അവനെ ഒന്നും കൂടി മെച്ചം ഇങ്ങനെ പൊന്തി കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിൽ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഇത് സിറ്റുവേഷനിൽ കാണുമ്പോൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടി മെച്ചം വരട്ടെ എന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ അവൾക്ക് ഫുൾ സപ്പോർട്ട്. ഞാനിവിടെ ഇല്ല, ഞാൻ പുറത്താണ്, ഞാൻ ഇന്ന് വന്നേരാന്ന് ഇതെല്ലാം അറിയുന്നത്. അങ്ങനത്തെ ഉള്ളൊരു കുഴപ്പമില്ല, അഭിമാനം തീർച്ചയായിട്ടും. നാസിയ, ഫാത്തിമ, നിയ, മുഹമ്മദ് സയ്യിദ് എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി പാട്ടും പാടിയുള്ള തയ്യാറെടുപ്പിലാണ് സമാനും കുടുംബവും. ഒപ്പം ബാബാന്റെ പറമ്പ് സ്കൂൾ ഒന്നാകെയും. കൊമ്പെ നമ്പി ഇലയിടിപ്പൂ താരികം താരോ, ഇലേ നമ്പി പൂവിടിപ്പൂ താരികം താരോ, പൂവെ നമ്പി കായിടിപ്പൂ താരികം താരോ, കായി നമ്പി കനിയിടിപ്പൂ താരികം താരോ, കനിയെ നമ്പി കിളിയിടിപ്പൂ കിളി. മുൻമന്ത്രി PR കുറുപ്പിന്റെ 25ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ കായികമേള സംഘടിപ്പിച്ചു. രാഷ്ട്രീയ മഹിളാ ജനതാദൾ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കായികമേള നടന്നത്. കായികമേള KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ മഹിളാ മണ്ഡലം പ്രസിഡന്റ് M ശ്രീജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, RJD മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ, കുന്നോത്ത് രവീന്ദ്രൻ, ഉഷ രേരോത്ത്, കരുവാങ്ങടി ബാലൻ, ചന്ദ്രിക പതിയൻ്റെവിട എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അശ്വതി സ്വാഗതം പറഞ്ഞു. ലെമൺ ഇൻ ദി സ്പൂൺ, മ്യൂസിക്കൽ ചെയർ എന്നിവയടക്കം നിരവധി മത്സരങ്ങൾ അരങ്ങേറി.
മട്ടുപ്പാവും മുറ്റവും കൃഷിയിടമാക്കി മാഹി ചാലക്കര സ്വദേശിയായ KP നൌഷാദ്. പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കര സ്വദേശിയായ KP നൌഷാദിന്റെ വീട്ടിലെ മുറ്റത്തും മട്ടുപ്പാവിലും ഒരുക്കിയ പച്ചക്കറിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മാഹിയിലെ നൌഷാദക്കയും കുടുംബവും അവരുടെ വീട്ടിൽ നടത്തുന്ന ചെറിയ ഒരു കൃഷിയുടെ വിളവെടുപ്പും അതേപോലെ തന്നെ വിത്തിടലും നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ കൃഷി ഭൂമിയുടെ ലഭ്യതക്കുറവ് കൊണ്ട് സ്ഥലമില്ല, സ്ഥലത്തിന് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് നൌഷാദക്ക അവരുടെ കുടുംബം ഇവിടെ ടെറസിൻ്റെ മുകളിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്നത്. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ മുളക്, അതേപോലെ തന്നെ കോളിഫ്ലവർ, തക്കാളി അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ടെറസിൻ്റെ മുകളിലും പരിമിതമായ സ്ഥലത്തുമൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നാടിനാകെ മാതൃക കാണിക്കുകയാണ് ഈ കുടുംബം. എല്ലാവിധ ആശംസകളും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേരുകയാണ്. ന്യൂമാഹി CDSന്റെ നേതൃത്വത്തിൽ വർണ്ണം JLG സംഘടിപ്പിച്ച പരിപാടിയിൽ കൃഷി ഓഫീസർ MO അങ്കിത, CDS ചെയർപേഴ്സൺ KP ലീല, അഗ്രി CRP NV സുഷമ, JLG അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സ്ഥലപരിമിതികളെ മറികടന്ന് 5 സെന്റ് ഭൂമിയിലുള്ള വീട്ടിലെ മട്ടുപ്പാവിൽ 150ഓളം ഗ്രോ ബാഗുകളിലായി 300ഓളം പച്ചക്കറി തൈകളാണ് നൌഷാദ് വളർത്തുന്നത്. തക്കാളി, പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ, വെണ്ട, ബ്രക്കോളി തുടങ്ങിയ നിരവധി ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മുൻപ് പൂക്കൃഷിയിൽ വിജയം നേടിയ നൌഷാദ് നിലവിൽ പച്ചക്കറി കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭാര്യ ഷാഹിദയും ഭാര്യയുടെ ജ്യേഷ്ഠത്തി സീനത്തും മകനും ചേർന്നാണ് കൃഷി പരിചരിക്കുന്നത്. നമ്മൾ ഇവിടെ 5 സെൻറ്റ് സ്ഥലത്താണ് നമ്മളിതിപ്പം കൃഷി ചെയ്യുന്നത്. വീടടക്കം 5 സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത്. അപ്പം ടെറസിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ മുളകും അതുപോലെ തന്നെ കഴിഞ്ഞ കാലയളവിൽ പൂക്കൃഷി അടക്കം നമുക്കിവിടെ നടത്താൻ വേണ്ടി സാധിച്ചത്. നമ്മൾ ഇപ്പം ഭൂമിയില്ലാത്ത ആളുകൾ, അതായത് കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമിക്ക് വേണ്ടി നമ്മളിവിടെ ആളുകളോട് ചോദിക്കുകയാണ് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഭൂമി ലഭിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ 100-300ഓളം ചട്ടികളിൽ നമ്മൾ മുളക് കൃഷി ഇപ്രാവശ്യം നടത്തി. നമ്മളിപ്പം ഇവിടെ നമ്മൾ ഈ വരാൻ പോകുന്ന റംസാനും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വിപണിയിലേക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലും നമ്മുടെ തൊട്ടടുത്ത നമ്മളെ ബന്ധപ്പെടുന്ന ആളുകൾക്കും പിന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷി എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ബത്തക്കയും ഷമാമും നമ്മളിവിടെ കൃഷി ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ സഹായിക്കുന്നത് നമ്മളെ ഈ തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകളാണ്. നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മയ്യഴി കൃഷി ഭവനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ സഹായം ഒരു കർഷകന് കിട്ടുന്ന രീതിയിലാവുന്നില്ല. വീട്ടാവശ്യങ്ങൾക്കൊപ്പം വിപണിയിലേക്കും പച്ചക്കറികൾ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. CPIM മാഹി ലോക്കൽ സെക്രട്ടറി കൂടിയാണ് KP നൌഷാദ്. ലക്ഷ്യബോധവും കഠിന ശ്രമങ്ങളും ചേർന്നാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ B.Ed പരീക്ഷയിൽ ഈ വർഷവും 100% വിജയം കൈവരിച്ച മാഹി ശ്രീനാരായണ B.Ed കോളേജിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധർമ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് കർമ്മത്തിന്റെ സഞ്ചാരപഥം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇതിഹാസ കൃതികൾ തന്നെ വ്യക്തമാക്കുന്നതാണെന്നും കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് പറഞ്ഞു. Karma is your mission. So do karma. As a teacher, you need to do your karma of teaching your students. I know teachers are all above all other professions. The principal was mentioning that
teaching is the most noblest professions of all. We all know it. We agree to it. You may be a university professor, you may be a vice chancellor, you may be something else. You may be a PhD holder. But your son, your child, would accept and trust only those words given by your teachers. Their teachers, not the parents. My child would not trust me. He would not follow my advice. He would say that my teacher said. The value of teachers. You know where you stand. Sometimes the teacher may be wrong, especially in English. We are all English teachers. The teacher has given a wrong notion about a sentence and she has written it wrongly. You have found it out and you say this is wrong, your teacher is wrong. But your child will say, no, my teacher cannot go wrong. This is the value of teaching. You don't have to go anywhere else but to know your value. That is teacher. If you go to the verses of Holy Quran again, وَمَا خَلَقَكُم مِّنَ الْجِنِّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ. Human beings and angels, I have created you to serve me. And you educated people would ask why the omnipotent, all-powerful God needs our service, our help. No, He doesn't need our help. Because He is the omnipotent creator of the whole universe. By asking, urging us to serve me means God, He means to ask you to serve human beings who are the best creations of all. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് ചെയർമാൻ ഡോക്ടർ NK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഭാസ്കരൻ നായർ, ചോമ്പാല CSI വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശികുമാർ, ഡോക്ടർ മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ VR രമ്യ സ്വാഗതവും MM പ്രീതി നന്ദിയും പറഞ്ഞു. രാജു, മുൻ മന്ത്രി PR കുറുപ്പിന്റെ 25ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചെണ്ടയാട് നടന്ന കുടുംബസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. RJD ചെണ്ടയാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കൊടക്കാടൻ രാജൻ അധ്യക്ഷനായി. രവീന്ദ്രൻ കുന്നോത്ത്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ EP പവിത്രൻ, RJD മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ, സെക്രട്ടറി CKB തിലകൻ മാസ്റ്റർ, KP റീനിൽ, മോഹനൻ, ചന്ദ്രിക പതിയൻ്റെവിട, M ബീന തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ അണിയേരി സ്വാഗതവും P ബാബു നന്ദിയും പറഞ്ഞു. മാഹി ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കേന്ദ്ര സർക്കാരിന്റെ റാണി ലക്ഷ്മിബായി ആത്മരക്ഷാ പ്രശിക്ഷന്റെ ഭാഗമായി പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരാത്തെ പുതുച്ചേരി കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കേന്ദ്ര സർക്കാരിന്റെ റാണി ലക്ഷ്മിബായി ആത്മരക്ഷാ പ്രശിക്ഷന്റെ ഭാഗമായി പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളെയാണ് PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാഹി മേഖലയിൽ പന്തക്കൽ IK കുമാരൻ മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ PM ശ്രീ ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളുമാണ് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഡയറക്ടറുള്ള സെൻട്രൽ സ്കൂളിലും PM ശ്രീ ഒരു വിദ്യാലയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾക്ക് 3 മാസത്തെ ഈ കോഴ്സ് നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഗുരു എന്ന് പറയുന്നത് സെൻസായി വിനോദ് കുമാർ ആണ്. വിനോദ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വിനോദ് കുമാറിന് ഇതിന് മേലെ നിങ്ങൾക്കൊരു ഗുരുവിനെ ഇവിടെ കിട്ടാനില്ല. ഏറ്റവും മികച്ച ഒരു പരിശീലനം നിങ്ങൾക്ക് ഉറപ്പാണ്, അതൊരു സംശയം വേണ്ട. അത് വളരെ പ്രയോജനപ്രദമാക്കാൻ വളരെ സിൻസിയറായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കരാത്തെ പുതുച്ചേരി കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം വരുന്നതിനേക്കാളും വളരെയധികം ഭൗതിക സാഹചര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അത്ഭുതം പോലെ ഞാൻ മുരളി സാറോട് പറയണ്ടായി, ദാമൻ ദ്വീപ് വളരെ ദൂരെയാണ് അല്ലെ, ഗുജറാത്തിലെ മാഹിയിലുള്ള ഒരു പ്രദേശമാണ് ദാമൻ ദ്വീപ്, കേന്ദ്രഭരണ പ്രദേശം. ആ കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി. PMCയിൽ അഫിലിയേറ്റ് ചെയ്ത മാഹിയിലെ ഉസ്മാൻ ഗവൺമെന്റ് സ്കൂളിലെ കുറിച്ച് അറിയാവുന്ന ചോദ്യം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഞാൻ മുരളി സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമാത്രം സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റു രീതിയിലൊക്കെ നമ്മുടെ വികസനത്തിനെ കുറിച്ച് വളരെയധികം അറിയപ്പെട്ടൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചടങ്ങിൽ കരാട്ടെ പുതുച്ചേരി കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി കെ വിനോദ് കുമാർ, മാഹി ADPC P ഷിജു, SMC ചെയർപേഴ്സൺ K ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ KV മുരളീധരൻ സ്വാഗതവും സീനിയർ ലെക്ചർ സഗിത നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. അരയാക്കുൾ റെഡ് സ്റ്റാർ ക്ലബ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫി വോളി പ്രീമിയർ ലീഗ് ഫെബ്രുവരി 7-8 തീയതികളിൽ നടക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
സംഘാടന സമിതി യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തീയതി നടക്കുന്ന റെഡ് സ്റ്റാർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ചമ്പാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനേകം പ്രതിഭകൾ ഈ രംഗത്ത് വളർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ വോളിബോൾ രംഗത്ത് തന്നെ നമ്മുടെ വിന്നേഴ്സ് ക്ലബ്ബ് കെ വി ജിജേഷ് അധ്യക്ഷനായി. കെ ജയരാജ് മാസ്റ്റർ, വാർഡംഗം CH ഖാദർ, കെ ഷാജി, കെ ആദർശ്, പി വത്സരാജ്, പ്രദീപ് എന്നിവർ സംസാരിച്ചു. കെ അഷ്കർ സ്വാഗതം പറഞ്ഞു. കെ പവിത്രൻ മാസ്റ്റർ രക്ഷാധികാരിയായും ഇ വിജയൻ മാസ്റ്റർ ചെയർമാനും കെ ആദർശ് ജനറൽ കൺവീനറും വി സുഗത് കുമാർ ട്രഷററായും 51 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച് കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ കാറും 7 മരണവും എന്ന പുസ്തകം DGP മനോജ് എബ്രഹാമിന് കൈമാറി. കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ NE ഹരികുമാറാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പുസ്തകം കൈമാറിയത്. 35 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറിന്റെ എഴുത്തുകൾക്ക് ശക്തി പകരുന്നതും മാധ്യമപ്രവർത്തനത്തിലെ പരിചയ സമ്പന്നതയാണ്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്ത 30 വർഷമായി തലശ്ശേരി പ്രസ് ക്ലബിന്റെ വിവിധ പദവികൾ വഹിക്കുന്ന പ്രസ് ഫോറം EK നയനാർ ലൈബ്രറിയുടെ സ്ഥാപകനായ മാധ്യമപ്രവർത്തകൻ. കഴിഞ്ഞ 15 വർഷമായി കണ്ണൂർ വിഷൻ ചാനലിന്റെ ജനപ്രിയ പരമ്പരകളുടെ അവതാരകനായി പ്രവർത്തിക്കുന്നു. സ്വയം സൃഷ്ടിച്ച മാധ്യമപ്രവർത്തകൻ എന്ന വിശേഷണമാണ് പുസ്തക പ്രകാശനം നിർവഹിച്ച സ്പീക്കർ AN ഷംസീർ നവാസ് മേത്തറിന് നൽകിയത്. നവാസ് മേത്തർ ഒരു സെൽഫ് മെയ്ഡ് ജേർണലിസ്റ്റാണ്. അതായിരിക്കും ഏറ്റവും അനുയോജ്യമായ വാക്ക്. അക്കാഡമികളിൽ പോയല്ല അദ്ദേഹം ജേർണലിസം പഠിച്ചത്. യൂണിവേഴ്സിറ്റിയിൽ പോയല്ല അദ്ദേഹം ബിരുദം നേടിയത്. അദ്ദേഹത്തിൻ്റെ ബിരുദം ജനങ്ങളിൽ നേടിയതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ജനങ്ങളിൽ നിന്ന് വളരാൻ സാധിക്കും, ഉയരാൻ സാധിക്കും എന്നൊരു തെളിവാണ് ശ്രീ നവാസ് മേത്തർ. ADGP ശ്രീജിത്ത് IPS ആണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. നവാസ് മേത്തർ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ. അങ്ങനെയാണ് നവാസും ഞങ്ങളൊക്കെ അടുക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗ്രാമത്തിലെ പൊതുസ്ഥാപനങ്ങളിലേക്ക് പുസ്തകത്തിന്റെ 100 കോപ്പിയുടെ വിതരണോദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ അബ്ദുൾ ലത്തീഫ് KSA പുസ്തകങ്ങൾ സ്വീകരിച്ചു. അനുഭവത്തിന്റെയും അനുഭൂതികളുടെയും പുതുമയുടെയും ആത്മഹർഷം നിറഞ്ഞ ഒരു മഹാസംഗതിയാണ്. നവാസ് മേത്തറിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് കേരള വിഷൻ പുറത്തിറക്കുന്ന ആ കാറും 7 മരണവും. ഈ കഥയിൽ ഈ ആ കാറും 7 മരണവും എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഇരിക്കുന്നത് ഈ ഷാനവാസാണ്. ഇദ്ദേഹത്തിൻ്റെ ആ അപകട വിവരം വരുന്നതാണ് ആ തുടക്കം. ആ കോള് വരുന്നതാണ് അതിനകത്ത് രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ NE ഹരികുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ അധ്യക്ഷനായി. ന്യൂസ് അറ്റ് ഹൗസിന്റെ എഡിറ്റർ KV മധു ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് ആച്ചാണ്ടി ചടങ്ങിന് നന്ദി അറിയിച്ചു. പിണറായി C മാധവൻ സ്മാരക വായനശാല വയോജനവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്തമാനം പരിപാടി 65 ആഴ്ച പിന്നിട്ടു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കരുണാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കരുണാകരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് ലഹരികളിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ വായന ഒരു ലഹരി എന്ന രീതിയിൽ നമ്മുടെ കൂടെ ക്യാമ്പയിനിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം
ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വായന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വായനയിലൂടെ അവർക്ക് അറിവ് മാത്രമല്ല അവരുടെ മനസ്സ് സംസ്കരിക്കപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വായനശാല ഭാരവാഹികളായ KP രാമകൃഷ്ണൻ മാസ്റ്റർ, KK സനൽകുമാർ, വയോജനവേദി ഭാരവാഹികളായ E രാജൻ, MM ശശികുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടുവർത്താനത്തിലൂടെ വയോജനങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കെടുത്ത ഓരോരുത്തരും പങ്കുവച്ചു. തുടങ്ങിയ മുതൽ മനസ്സിനൊരു വലിയ സന്തോഷമാണ്. വരാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും എനിക്ക് ഒരുപാട് പണിയെല്ലാം അതെല്ലാം ഞാൻ ആളെ നിർത്തി വെക്കും. ഇപ്പോൾ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാലും എന്തായാലും ഒരാൾ പറ്റില്ല. അങ്ങനെയാണ്. നിങ്ങളങ്ങനെ തുടങ്ങിയിട്ടാണ് ആ വായനശാല, ചെറിയ വായനശാലയായിരുന്നു. ആ വായനശാലയുടെ അവിടെ റോഡില്ല, നടന്നു പോകാൻ വഴിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയും ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് മാറേണ്ടി വന്നത്. അവിടുന്ന് മാറേണ്ടി വന്നിട്ടുള്ള നില സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. സ്ഥലം തരാമെന്ന് നമ്മുടെ കമ്മിറ്റിയിലുള്ളവർ തന്നെ പറയും. പിന്നീട് ആ സ്ഥലം തരാതിരിക്കുന്ന ഒരു നിലയും ഉണ്ടായി. അങ്ങനെയാണ് ഒടുവിലൂടെ ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു സ്ഥലം. പ്രധാന വാർത്തകൾ വീണ്ടും. AK ബാലന്റെ മാറാട് പരാമർശത്തെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് KC വേണുഗോപാൽ. CPM-ന് നേരെ പരിഹാസവുമായി സാഹിത്യകാരൻ T പത്മനാഭൻ. ചെങ്കൊടി മാത്രം പാറിയിരുന്ന ബംഗാളിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും മമതയുടെ ചിത്രങ്ങൾ മാത്രമേ കാണാനുള്ളൂവെന്നും പത്മനാഭൻ. പുതിയ മേഖലകളിലേക്കും കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രയാണമാണ് സപ്ലൈകോ നടത്തുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവിൽ തൊഴുത്തിൽ കെട്ടിയ 4 പശുക്കളെ കൊന്ന കടുവ കൂട്ടിലായി. വെള്ളിയാഴ്ച രാത്രിയോടെ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.